ഇത് റീസെൻ്റ്ലി വൈറലായ ഒരു വീഡിയോ ക്ലിപ്പാണ്. ഒരാൾ പെട്രോൾ റീഫ്യൂൽ ചെയ്യാൻ വേണ്ടിയിട്ട് ടാങ്കിൻ്റെ ക്യാപ്പ് തുറന്ന സമയത്ത് പെട്രോൾ എല്ലാം കൂടെ പുറത്തേക്ക് തെറിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ശ്രദ്ധിച്ചില്ലേ, നമ്മുടെ വണ്ടികളിലും ഇത് സംഭവിക്കാം. ഇതുണ്ടാവാൻ കാരണം ഇവാപ് സിസ്റ്റം ഫെയില്യൂർ ആവുന്നതാണ്. ഇവാപ് സിസ്റ്റം എന്തുവാന്ന് പറയുന്നതിന് മുമ്പേ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇതെല്ലാം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു 1 ലിറ്ററിൻ്റെ കുപ്പിയിൽ നമ്മൾ കാൽ ഭാഗമോ പകുതി ഭാഗമോ പെട്രോൾ നിറച്ച് വീട്ടിലേക്ക് വരുവാണെന്ന് ചിന്തിക്കുക. വരുന്ന വഴിക്ക് പെട്രോൾ കൊണ്ടുവന്നിരുന്ന ബോട്ടിൽ നല്ല രീതിയിൽ ഷെയ്ക്കായി. വീട്ടിൽ വന്ന സമയത്ത് ബോട്ടിൻ്റെ അടപ്പ് തുറന്നപ്പം ടപ്പ് എന്നൊരു സൗണ്ടോടെ പെട്രോൾ പുറത്തേക്ക് പോകാൻ ശ്രമിച്ചു. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് അറിയാമോ? വേപ്പേഴ്സ് ബോട്ടിനുള്ളിൽ നിറയുന്നത് കൊണ്ടാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ പെട്രോൾ ടാങ്കിൽ സംഭവിക്കുന്നത്. നമ്മൾ പലയിടത്തും പോകുമ്പോൾ പെട്രോൾ അതിനകത്ത് കിടന്ന് കുലുങ്ങാം. അപ്പോൾ വേപ്പേഴ്സ് ഫോം ചെയ്യാം. അങ്ങനെ ഫോം ചെയ്ത് കഴിഞ്ഞാലാണ് ഇതുപോലുണ്ടാകുന്ന പ്രശ്നങ്ങളിലേക്ക് അത് വഴിവെക്കുന്നത്. ഇതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ് ഇവാപ് സിസ്റ്റം. BS4 തൊട്ടുള്ള ഒട്ടുമിക്ക എല്ലാ വണ്ടികളിലും ഈ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്താണ് വരുന്നത്. ആ വീഡിയോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അതിനകത്ത് ആ വണ്ടി റീഫ്യൂൽ ചെയ്യുന്നതിന് മുമ്പേ എഞ്ചിൻ വാണിംഗ് കത്തി കിടക്കുകയാണ്. നോർമലി ഇവാപ് സിസ്റ്റം ഫെയിലിയർ ആയാൽ എഞ്ചിൻ വാണിംഗ് കത്താം. അപ്പം നമ്മുടെ വണ്ടി പീരിയോഡിക്കലി പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുകയും വേണം. പിന്നെ എന്തെങ്കിലും രീതിയിൽ വാർണിംഗ് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ അത് ഷോറൂമിൽ കൊണ്ടുപോയി സർവീസ് ചെയ്യുകയും വേണ്ട. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ ഗൈസ്, റൈഡ് സേഫ്.